ఎక్కువ తక్కువ లేని ఏ లెక్కకు వర్తం కాని జనమంతా. എന്താടാ അവിടെ ചൊറിയും കുത്തിയിരിക്കുന്ന വല്ല പണിക്ക് വേണ്ടിട്ട് പോയിന്റെ ഇന്നിനി ആരെ കല്യാണം മുടക്കിയിട്ടുള്ളവരാണ് ഉമ്മാര് പോയാ. നീ രഘു നീ കേക്കണം, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കഞ്ചാവിന് MDMA അടിമയുണ്ടാ. മറ്റേ കുന്നിലെ രമേശന്റെ വീട് അറിയാമോ? എന്തിനാ ഒരു കല്യാണ ആലോചനയായിട്ട് വന്ന കേട്ടാ. ഓ നമ്മളെ വെകിളി വാസുവിന്റെ മോൻ രമേശേ, ഒരു കല്യാണാലോചന. നിന്നാണ് എന്നെ അവന്റെ 2 ദിവസം കാണാനില്ലായിരുന്നു. പിന്നെ അവൻ ഏതാ കട്ടിലിന്റെ അടിയിൽ നിന്നൊക്കെയാണ് തൂക്കിക്കൊണ്ട് വന്നത്. നാട്ടുകാർ പറഞ്ഞേ അത് മാത്രമാണെങ്കിൽ പോട്ടെന്ന് വെക്കായിരുന്നു. അവനെ മെനങ്ങാന്ന് റോഡിട്ട് പച്ചപ്പൊതിയ മഞ്ഞപ്പൊതിയ അങ്ങോട്ടേക്ക് ഇട്ട് പിടിച്ചെന്നാണ് കേൾക്കുന്നത്. ഓ തന്നെ മക്കളെ, എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കൊച്ചിന്റെ ജീവിതം തൊലഞ്ഞ്. സോമനെ കണ്ട മറ്റേ കിളവനെ. ആ കളവ് ഇപ്പൊ അങ്ങോട്ട് പോകണം. എന്ത് പറ്റി? ദോ വരുന്ന കളവ് ദോ വരുന്നു. എത്രാമത്തെ കല്യാണം മുടക്കണം നീങ്ങളോ? നിന്റെ കല്യാണം ഞാൻ മുടക്കിയ. നിന്റെ പേരെന്തുവാ? നിനക്ക് എത്ര പേര് അറിയാം കളവാ? എനിക്ക് നിന്നെ അറിയാൻ വയ്യല്ലോ മക്കളെ. നീ ആര്? തൈജു. അറിയാൻ വയ്യ മക്കളെ. ഞാൻ പോയി എന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് പറയാം. തന്റെ മോന്റെ കല്യാണമാണെങ്കിൽ താൻ അങ്ങനെ മുടക്കൂടോ? അതുകൊണ്ടല്ലേ എന്റെ മോനെ അവിടെ പേരറിഞ്ഞിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ആരോട് വേർതിരിവൊന്നുമില്ല. തന്നെ പേടിച്ച് എത്ര നാള് കല്യാണം കഴിക്കാൻ നടക്കണോ? ഒരു 10-20 കൊല്ലം. അപ്പോഴത്തേക്കും താൻ ചാവില്ല. ഞാൻ ചാവാനാ? അപ്പോഴത്തേക്ക് നീ തീരൂടാ. നിന്റെ മക്കളെ കല്യാണം മുടക്കിയിട്ടേ ഞാൻ ചാവുള്ളടാ. അതിൽ ഒന്നാമത് പെണ്ണ് കിട്ടാലോ, അതിന്റെ ഇടയിലാണ് താൻ ചോദിച്ചു. നിനക്കൊന്നും പെണ്ണ് കിട്ടല്ലടാ. എന്നാലേ എനിക്ക് വല്ലതും പറഞ്ഞോണ്ട് നടക്കാൻ പറ്റുള്ളൂ. നീ ആ ലാസറിന്റെ മോനല്ലേടാ? നീ അപ്പൊ ഇവന്റെ കൂടെ നടപ്പില്ലേ? നിങ്ങളെ മറ്റേതല്ലേടാ? ചേട്ടായി അർജുനെ പറ്റി. അർജുനെ പറ്റി അവൻ പിഴ, തന്തേക്കാൾ മോശം. അവന്റെ കൂട്ടുകാരനാണ് ഇവ അറുപ്പഴ. അടിവായി